ഇന്ന് ഞങ്ങളുള്ളത് കോട്ടയം കിഴക്കേച്ചിറയിലുള്ള പുലരി ഷാപ്പിലാണ്. കുടിക്കാൻ വേണ്ടി വന്നതല്ല, കഴിക്കാൻ വേണ്ടി വന്നതാണ്. എസ്കേൻ്റെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഷാപ്പിൽ ഊണ് റെഡി എന്നുള്ള ബോർഡ് കണ്ടിട്ട് കയറിയാണ്. നല്ല ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ല ആംബിയൻസ്, നല്ല ലുക്കായിട്ടില്ലേ, കുറേ ഹട്ട്, പിന്നെ അതുപോലെ തന്നെ അവിടെ ഇരിക്കാൻ വേറെ കുറേ സെറ്റപ്പ് വരും. അങ്ങനെ ചോറ് വന്നു, ചെമ്മീൻ ചമ്മന്തി അല്ലേ, ചെമ്മീൻ ചമ്മന്തി വന്ന് 2 ടൈപ്പ് ഉപ്പേരി, അങ്ങനെ നല്ല ചോറ് വന്നു. അത്യാവശ്യം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ നൈസാണ് സംഭവം. അങ്ങനെ ചോറ് വന്നു. ഇനിയിപ്പം കറിക്ക് വേണ്ടിയില്ല കാത്തിരിപ്പാണ്. 2 കുഴിയും എടുത്ത് കാത്തിരിക്കുക. ഇത് സാധാരണ നമ്മൾ നോർമലി കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മൾ 2 കറി ആദ്യം തരും. ആടെ മാത്രമാണ് ഈ 1 കറി മാത്രം തമ്മിലുള്ള പരിപാടി. അതുകൊണ്ടാണ് 2 കുഴി കുഴിച്ചത്. അല്ലാണ്ട് കറിക്ക് ആക്രാന്തം പൊത്തിയിട്ടല്ല. പക്ഷെ നല്ല അടിപൊളി സാമ്പാറാണ്. അതുപോലെ തന്നെ സൈഡിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ 15 മിനിറ്റിൻ്റെ അടുത്ത് കാത്തിരുന്നിട്ടാണ് വരാൽ പൊള്ളിച്ചതെത്തിയത്. 15-20 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളി വരാലായിരുന്നു അല്ലേ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, അതെ, നല്ലോണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കി എടുത്തിട്ടുള്ള, ആദ്യം ഫ്രൈ ചെയ്തിട്ട് പിന്നെ നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള വരാൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നപ്പോൾ. എസ്കേൻ്റെ അഭിപ്രായം എന്താ? അടിപൊളി അല്ലേ? കഴിക്കുന്നുണ്ടാ മനസ്സിലാവുക, വീഡിയോ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഇതാ എസ്കെ ഫുള്ള് വരാല് തീർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം കഴിക്കാത്തതുകൊണ്ട് കുറവല്ലേ, അതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.